ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ ഈ കാണുന്ന കണക്ക് കലാത്തിയ ചെടിയാണേ. ഇന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കലാത്തിയ ഞാനൊരു കുഞ്ഞ് തൈ നട്ടതാണേ. അതിൻ്റെ ചോട്ടിൽ കണ്ടൊരു തൈയില്ലേ, അതേമാതിരി ഒരു കുഞ്ഞ് തൈ നട്ടതാണ്. അത് നട്ട് അത് കുറേ തൈകളായി. അതിൽ നിന്ന് ഞാൻ വേറെ പിടിച്ചു കേട്ടു. അങ്ങനെ ഇപ്പോൾ 2-3 ചട്ടികളിലായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞു ചട്ടിയിലുള്ളതാണ്. പക്ഷേ ആ ചട്ടി നിറഞ്ഞ് അതിനകത്ത് വളരാൻ സ്ഥലമില്ല, അത്രയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതിനെ മാറ്റി നടാമെന്ന്. അപ്പോൾ ഈ ചെടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈർപ്പം ഇഷ്ടപ്പെടുന്നതും എപ്പോഴും കുറച്ച് നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. കാരണം പോട്ടി മിക്സ് വരണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഇല ഇങ്ങനെ ചുരുണ്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് വാടിപ്പോവും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും ഇല നല്ല നിവർന്ന് വരും. കലാത്തിയ എല്ലാം തന്നെ അങ്ങനെ തന്നെ എപ്പോഴും കുറച്ച് വരണ്ട് പോവാതെ, പോട്ടി മിക്സ് വരണ്ട് പോവാതെ ഈർപ്പം കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് വേറെ വലിയ കെയറിങ് ഒന്നുമില്ല. പിന്നെ വേരിൽ നിന്ന് പൊട്ടി നിറയെ ഇതായത് കണ്ടില്ലേ, ഇതെല്ലാം തൈകൾ പുതിയ തൈകൾ വരുന്നത്. പക്ഷെ അതിന് സ്ഥലമില്ല. അത്രയ്ക്കും പിന്നെ നന്നായിട്ട് തൈകൾ വളർന്ന് നിൽക്കുക. വേരും കുറേ ചുറ്റും ഓടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടി മാറ്റി. പിന്നെ പോട്ടി മിക്സ് സാധാരണ നല്ല ഇളക്കമുള്ള നീർവാർച്ച കിട്ടുന്ന ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുക. ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, മേൽമണ്ണ്, അത് മതി സാധാരണ. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് വേറെ വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളം ഇടയ്ക്ക് ഒന്ന് ലിക്വിഡായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. കാരണം ഇതേപോലെ ഇല ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രകാശം വേണമെന്നാലും, പക്ഷേ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കാനും പാടില്ല. പിന്നെ ഇത് ഒരു സാധാ പിന്നെ കലാത്തിയാണേ. ഇതിന് വലിയ വിലയൊന്നും ഉള്ള കലാത്തിയല്ല. പക്ഷേ ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടിരുന്നിട്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ പോയത്. പക്ഷേ നല്ല മൂത്ത ഇലകളൊക്കെ വെട്ടി കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നല്ല വരുന്ന ഇലകളൊക്കെ കാണാൻ, അതിൻ്റെ ലൈൻസും ഒക്കെ കാണാൻ, ഇലകളിലുള്ള ലൈൻസൊക്കെ കാണാൻ നല്ല ഭംഗിയാണേ. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വളർത്താൻ പറ്റിയൊരു ചെടിയായത്. ഭംഗിയുണ്ട്, വിലയും കുറവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.